പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 വണ്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, സെഡോൺ വണ്ടി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഈ ഒരു വണ്ടി ഉണ്ടാക്കിയത്, വീഡിയോ ഇട്ടത് ഈ ഒരു ഡ്രൈവർ ക്യാബിൻ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. അതായത് ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു അവസാനമായിട്ട് നമ്മൾ യൂട്യൂബിൽ ഇട്ടത്. അതിനുശേഷം നമ്മൾ ചെയ്ത പണിയൊന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഒരു ഫ്രണ്ട് ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മളൊരു പ്രൈവറ്റ് ബസ് ചെയ്യുന്ന ടൈമിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട് ഗ്ലാസ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതി. ആ വീഡിയോ ഇട്ടുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഫ്രണ്ട് ഗ്ലാസ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ യൂട്യൂബിൽ ഇപ്പോൾ ഉണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ അതിന് ശേഷം ചെയ്തത്, ഫ്രണ്ട് ഗ്ലാസ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്രില്ല് ഇങ്ങനെയല്ല വരുന്നത്. പക്ഷെ നമ്മൾ ജസ്റ്റ് നമ്മളെ രീതിക്ക് ചെയ്തതാണ് ഈ ഒരു ഗ്രില്ല്. ഇങ്ങനെ ഒരു പീസൊക്കെ വരുന്നുണ്ട്, അത് നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ ഹെഡ്ലൈറ്റ് ഇതേപോലെയാണ് സെറ്റ് ചെയ്തത്. ഷോക്കേസ് മോഡലായിട്ടാണ് ഈ വണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് കാര്യങ്ങളൊന്നും LED ബൾബൊന്നും ഇല്ല, ലൈറ്റ് വർക്കിംഗ് അല്ല. അതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു ഫോം ഷീറ്റിൻ്റെ പീസ് തന്നെ ഈ ഒരു വട്ടത്ത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെറ്റ് ചെയ്തത് ഇതാ ഈ ഒരു പീസാണ്. ഈ ഒരു പീസ് നമ്മളെ സെഡോണിന് ഒരു വരുന്നൊരു ടൈപ്പ് സെഡോൺ നമുക്ക് ഉണ്ടാകുന്നൊരു പീസാണ് ഈ ഒരു ഇതേപോലെ ഒരു പീസ്. അതുപോലെ തന്നെ ഈ ഒരു എമർജൻസി എക്സിറ്റാ ആ ഒരു സാധനമില്ല, അതെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഈ ഒരു ഓപ്പണിങ് പോലെ ഇവിടെ ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന പോലെ, അത് തുറക്കാൻ പറ്റുന്ന രീതിക്കൊന്നും ചെയ്തിട്ടില്ല, ഷോക്കേസ് മോഡലായതുകൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു പീസ് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്തത് ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡ് ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ ഫ്രണ്ട് ഗ്ലാസിൻ്റെ ഒപ്പം ക്വാർട്ടർ ഗ്ലാസ് ഫിറ്റ് ചെയ്യാമെന്ന്. അപ്പം അതൊന്നും ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഇതൊറ്റ പീസാണ്, ഇവിടുന്ന് മുതൽ ഇവിടം വരെ ഒറ്റ പീസായിട്ട് അങ്ങനെ മുകൾ ഭാഗത്ത് ഒട്ടിച്ചതാണ്. അപ്പോൾ ഇതേപോലെ ഈ ഒരു താഴത്തെ നമ്മൾ മെയിൻ ഗ്ലാസ് ഉള്ളിലും അതുപോലെ തന്നെ ക്വാർട്ടർ ഗ്ലാസ് വണ്ടിയുടെ പുറത്തുമാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും വരുന്നത്. ഞാൻ കാണിച്ചു തരാം. നമുക്കിതാ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആ ഒരു ഗ്ലാസ് ഒന്ന് ഉള്ളിലും ഒന്ന് പുറത്തുമാണ്. അപ്പം അങ്ങനെയാണ് ഒറിജിനൽ വണ്ടിക്ക് വരുന്നത്. ഈ ഒരു ഗ്ലാസ് കുറച്ച് ഉള്ളിലോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ പിന്നീട് ചെയ്തത് ഈ ഒരു നമ്മളെ കാരിയർ, അതായത് ബേക്കിൽ ആ ഒരു ലഗേജ് ബോക്സ് ആ ഒരു കാരിയർ. പിന്നെ നമുക്കിവിടെ ലേഡറൊക്കെ വരണം. അപ്പോൾ ഇതാണ് അവസാനമായിട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു ചെയ്യുന്ന വീഡിയോ ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇപ്പം വേറെ വർക്കൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല. അപ്പം ഇത് അത്ര വലിയ കാര്യമായിട്ടുള്ള വർക്കൊന്നും അല്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്ന വീഡിയോസൊന്നും എടുക്കാതിന്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഇതേപോലെ കാണിച്ചെന്ന് എനിക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാണ്ടിരുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു വണ്ടി ഈ ഒരു വർക്ക് തന്നെ എടുത്തിട്ടുണ്ട്, എല്ലാം സെയിം വർക്ക് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു AC-ൻ്റെ ആ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്യണം, അതാണ് ഇനിയുള്ള ബാക്കി പണി. അതിനുശേഷം പെയിൻറ്റിംഗ് ഒക്കെ നടത്താനുണ്ട്. പെയിൻറ്റ് നമ്മൾ ഓൾറെഡി വാങ്ങി വെച്ചിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഈ ഒരു വർക്ക് ഇത്രയും കാലം ലേറ്റാവും നമ്മൾ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പെയിൻറ്റൊക്കെ ഇതിന് മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് AC-ൻ്റെ യൂണിറ്റും കൂടി ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻറ്റ് അടിക്കാം. പെയിൻറ്റിങ്ങിനൊക്കെ ഫുൾ വീഡിയോ എന്തായാലും ചാനലിൽ ഇടുന്നതായിരിക്കും. ഓൾറെഡി ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് അത്യാവശ്യം റീച്ച് ഒരു 15K വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും പെയിൻറ്റിങ്ങിൻ്റെ ഈ ഒരു വീഡിയോ ഇടും, കാരണം പ്രൈവറ്റ് ബസ്സിന് ഇതിനും പെയിൻറ്റിങ് മാറ്റം വരുന്നുണ്ട്. പെയിൻറ്റിങ്ങിന് എന്തായാലും ഒരു വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ പെയിൻറ്റിങ് എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു AC-ൻ്റെ യൂണിറ്റും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിന് കവർ ചെയ്യുന്നതൊക്കെ ഒരു വീഡിയോ ഇടാം. അതായത് യൂണിറ്റ് ഉണ്ടാക്കുന്നതും ഫിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിന് വേണ്ടി നമുക്ക് ഗ്ലാസ്സൊക്കെ ഒന്ന് മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ട് മറക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അത് കവർ ചെയ്യേണ്ട ആ ഒരു രണ്ട് വർക്കും കൂടിയുള്ളൊരു വീഡിയോ അടുത്ത് തന്നെ ഇടാം, നാളെയോ മറ്റന്നാളായിട്ട് ഇടാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ്. ഒരുപാട് ദിവസമായല്ലോ വീഡിയോ ചെയ്തിട്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ നമുക്ക് ഈ ഒരു AC യൂണിറ്റും മാസ്കിംഗ് ടാപ്പ് വെച്ച് കവർ ചെയ്യുന്ന ഒറ്റൊരു വീഡിയോ ആയിട്ട് ഇനി ചെയ്യാം. അതിന് ശേഷമുള്ള വീഡിയോയിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പം എത്രത്തോളമായി വർക്ക് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ചാനലൊന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ 2K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് തന്നെ 2K അടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോസൊക്കെ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി 2-3 വീഡിയോസൊക്കെ ഈ ഒരു ബസ്സിൻ്റെ തന്നെ ആയിട്ട് വരും. അതിനുശേഷം നിങ്ങൾ പറയുന്ന വണ്ടി അടുത്തത് ബസ്സാ, കാറാ, ജീപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോ
ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.